നമസ്കാരം. ഞാൻ പല തവണ പറഞ്ഞിരുന്നു, എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ആർക്കും നോവുന്നില്ല, ആർക്കും മനസ്സിലാവുന്നുമില്ല. അതായത് കോടികളുടെ തട്ടിപ്പാണ് മരുന്നിന്റെ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ നടക്കുന്ന ചൂഷണം. കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കേരള സർക്കാരിന്റെ സ്ഥാപനം മരുന്ന് വാങ്ങി, വലിയ വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്നും മരുന്ന് വാങ്ങി, മെഷീനുകൾ വാങ്ങി, പഞ്ഞിയും ഓപ്പറേഷൻ ചെയ്യുന്ന നൂലും എല്ലാം, കീമോതെറാപ്പിയുടെ മരുന്ന് എല്ലാം എക്സ്റേ മെഷീനും എല്ലാം വാങ്ങിയിട്ട് കേരള സർക്കാർ 593 കോടി രൂപയാണ് കൊടുക്കാനുള്ളതെന്നുള്ള വിവരാവകാശം ശേഖരിച്ചിരിക്കുന്നത് MK ഹരിദാസ് ആണ്. അദ്ദേഹത്തിന്റെ ഈ വിവരാവകാശ പ്രവർത്തനത്തിന് ഒരു ബിഗ് സല്യൂട്ട്. അദ്ദേഹം ഒരു ഓഫീസിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ഈ നാടിനു വേണ്ടി വിവരാവകാശം മൂലം പലതും ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. പക്ഷെ ഉറക്കം നടിച്ചിരിക്കുന്ന ജനങ്ങളും ഉറക്കം നടിക്കുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും എല്ലാം മരിച്ച് ശവതുല്യരായി ജീവിക്കുന്ന ഈ നാട്ടിൽ ഹരിദാസൻ ഞാനൊന്നും പച്ചക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഏതായാലും നിങ്ങളെ വിവരാവകാശം മൂലം എടുത്ത കേരള ഗവൺമെന്റ് 593 കോടി രൂപ, 10 ലക്ഷം രൂപയോളം കടം കൊടുക്കാനുണ്ട് വിവിധ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക്, മരുന്ന് കമ്പനിക്ക്. നിങ്ങൾ ഇത് ആദ്യം കേൾക്കുക. കൂടാതെ ഈ മരുന്ന് കമ്പനി വാങ്ങുന്ന മരുന്നാവട്ടെ ആശുപത്രിയിൽ കൃത്യമായി കിട്ടാത്തത് കൊണ്ട് പുറത്തു നിന്നും നമ്മൾ വാങ്ങുമ്പോൾ 4 ഇരട്ടി വിലയാണ് പിന്നെയും കൊടുക്കുന്നത്. വെറും കേരള സർക്കാരിന്റെ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലൊക്കെ മേടിച്ച മരുന്നിന്റെ മെഷീന്റെ മാത്രം കടമാണ് 593 കോടി രൂപ. അപ്പൊ അതാദ്യം നിങ്ങൾ കേൾക്കുക, ശേഷം ഞാൻ ബാക്കി പറയാം. ഇതിനൊരു കടപ്പാടുണ്ട്. വിവിധ ചാനലുകളിലും എല്ലാം വാർത്ത വന്നിരുന്നു. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വിതരണക്കാർക്ക് നൽകാനുള്ളത് 593 കോടി രൂപ. മരുന്നുകളുടെ സംഭരണത്തിനായി വിതരണക്കാർക്ക് 324.16 കോടി രൂപയാണ് നൽകാനുള്ളത്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്കാണ് മറുപടി. സാമ്പത്തിക ദുർബലാവസ്ഥയെ കുറിച്ചുള്ള ഈ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം നമ്മൾ പറയില്ലേ, പേടിപ്പെടുത്തുന്ന ഒരു കണക്കാണ്. ഈ സ്ഥാപനം കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അങ്ങേയറ്റം വീഴ്ച വരുമെന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെട്ട് സർക്കാർ എത്രയും വേഗം ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ സാമ്പത്തിക അവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഈ വിവരാവകാശ പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത് വിനീത? പ്രധാനമായും ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വിതരണക്കാർക്ക് നൽകാനുള്ളത് 593.11 കോടി രൂപയാണ്. ഇതിൽ ഈ മരുന്നുകളുടെ സംഭരണത്തിനുള്ള വിതരണക്കാർക്ക് ഏതാണ്ട് 324 കോടി രൂപയോളം നൽകാനുണ്ടെന്നാണ് വിവരാവകാശ കണക്കുകൾ പറയുന്നത്. ഈ CT മെഷീൻ, ഒപ്പം തന്നെ MRI സ്കാൻ എന്നീ ഉപകരണങ്ങളുടെ വിതരണക്കാർക്ക് ഇവർക്കായി നൽകാനുള്ളത് 121 കോടി രൂപയാണെന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഓരോ വിതരണക്കാർക്കുമായി 593 കോടി രൂപയിലേറെയാണ് ഈ വിതരണക്കാർക്ക് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ നൽകാനുള്ളത്. പക്ഷെ അതേസമയം ഈ സ്ഥാപനത്തിന് കടബാധ്യത ഉണ്ടോ എന്ന ചോദ്യത്തിന്, വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് ഇല്ല എന്നും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മറുപടി നൽകിയിട്ടുണ്ട്. വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങൾക്കാണ് ഇങ്ങനെ മറുപടി നൽകിയിരിക്കുന്നത്. 2022-2023 21 കോടി രൂപയുടെ ലാഭമാണ് സ്ഥാപനത്തിനുണ്ടായതെന്നും വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് 593 കോടി രൂപ കടം എന്ന് പറയാൻ ഇവർക്കൊരു നാണമില്ലേ? കർഷകരും പാവപ്പെട്ട കൂലിപ്പണിക്കാരോടും വലിയ ഇതൊന്നും ഇല്ലാണ്ട് സാധാരണ ജോലി ചെയ്യുന്നവരോട് ഞാനൊരു കാര്യം പറയണം. 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ 100 ലക്ഷം രൂപയാണ്. 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ 100 ലക്ഷം. അപ്പോൾ 593 കോടി രൂപ കടം എന്ന് പറഞ്ഞാൽ എത്ര രൂപയായി? ഈ കേരള സംസ്ഥാനം നശിച്ച് നാരായണക്കല്ലിട്ടുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും ധൂർത്ത്, ഉദ്യോഗസ്ഥരുടെ ധൂർത്ത്, യാത്ര, അവരുടെ ജീവിത സൗകര്യം, ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ മലയാളി ജീവിക്കുന്നത് ഈ മന്ത്രിമാരെ, ഉദ്യോഗസ്ഥരെയും പെൻഷൻ കൊടുക്കാനും സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടി മാത്രമാണ്. ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ കഴിയുമെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കുക, അല്ലെ നിങ്ങൾ അനുഭവിക്കും.
നിങ്ങൾ അനുഭവിക്കും. ഇവിടെ സർക്കാർ ചെയ്യേണ്ട സേവനങ്ങൾ ചെയ്യാതെ വിവിധ സംഘടനകളും പ്രമുഖരും ഉന്നതരും വീട് വെച്ചു കൊടുക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, കിഡ്നി പോയവന് കിഡ്നി മാറ്റി വെച്ചു കൊടുക്കണം, ക്യാൻസർ രോഗിക്ക് പൈസ കൊടുക്കണം, നല്ല കാര്യം തന്നെ. പക്ഷെ സർക്കാരൊന്നും ഇത് ചെയ്യുന്നില്ലേ? ഇവിടുത്തെ സംഘടനകളും ഉന്നതരും പ്രമുഖരും അതിൽ ചിലരെല്ലാം നികുതി വെട്ടിച്ചും കട്ടും പൊട്ടിച്ചും ആശുപത്രിയായിട്ടുള്ള കമ്മീഷനിലുണ്ട്. ഏതായാലും ആരോഗ്യ മേഖലയിലെ ചൂഷണം വളരെ വലിയ ചൂഷണമാണ്. ഇത് മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രതിപക്ഷവും ശവമായി ഇരിക്കാതെ പ്രതികരിക്കണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.